ഡയബറ്റീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ. എപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടത്? യൂഷ്വലി 2 ടൈപ്പ് ഓഫ് ഇൻസുലിൻ ആണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ഒന്ന് ലോങ് ആക്ടിങ് ഇൻസുലിനും. ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 15 to 30 മിനിറ്റ് മുമ്പാണ് എടുക്കേണ്ടത്. ലോങ് ആക്ടിങ് ഇൻസുലിൻ നമ്മുടെ ചികിത്സയ്ക്കനുസരിച്ച് ഒരു ദിവസത്തിൽ 1-2 തവണ എടുക്കാം. എവിടെയാണ് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്? നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെ ഒരു കൊഴുപ്പ് പാളിയുണ്ട്, ഒരു സബ് ക്യൂട്ടീനിയസ് ഫാറ്റി ലെയർ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ യൂഷ്വലി ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഏരിയാസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് വയറിൽ ഇഞ്ചെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്പർ ആം ചൂസ് ചെയ്യാം, തൈസ് ചൂസ് ചെയ്യാം, ബട്ടക്സ് ചൂസ് ചെയ്യാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഏരിയയിൽ തന്നെ ഇഞ്ചെക്ട് ചെയ്യാതിരിക്കുക. കാരണം ഈ പറഞ്ഞ കൊഴുപ്പ് പാളിയിൽ അത് ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ കാരണമാകും. ആ ചേഞ്ചസിന് പറയുന്ന പേരാണ് ലിപ്പിഡോസ്ട്രോഫി. സോ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏരിയാസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇന്ന് നമ്മൾ വയറിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ നാളെ നമുക്ക് അപ്പർ ആം ചൂസ് ചെയ്യാം, ദെൻ നമുക്ക് തൈസ് ചൂസ് ചെയ്യാം, ദെൻ എഗെയിൻ നമുക്ക് വയറ് തന്നെ ചൂസ് ചെയ്യാം. ഇനി ഇൻസുലിൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പൺ ചെയ്യാത്ത ഇൻസുലിൻ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ അറൗണ്ട് ഒരു 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു 59 to 86 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു 15 to 30 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാം. ഇൻസുലിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് 28 ഡേയ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസിൽ എങ്ങനെയാണ് ഇൻസുലിൻ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലിൻ ആബ്സെൻ്റ് ആയിരിക്കും. ഇൻ സച്ച് കേസസ് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ പുറമേ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പേഷ്യൻസിൽ ഇങ്ങനെ കുത്തിവയ്പ്പായിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പായിട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വരുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽസിനനുസരിച്ചാണ് മറ്റ് മരുന്നുകളുടെ കൂടെ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി എഡ്യൂൻ ഫോർ യുനെ ഫോളോ ചെയ്യുക. ഇനി വരുന്ന 2025 NCLEX RN എക്സാം പാസ്സാവാൻ എഡ്യൂൻ ഫോർ യു നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.